ഈ കേരളത്തിൽ അവർക്ക് അധികാരം നഷ്ടപ്പെടും എന്ന് ഭീതിയുണ്ട്. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മിക്കവാറും എല്ലാ സീറ്റും ഒരേ ഒരു സീറ്റാണ് അവർ കിട്ടിയത്, നിങ്ങൾക്കറിയാലോ. അപ്പോൾ ഇത് നഷ്ടപ്പെടുമെന്ന ഭീതിയുണ്ട്. ഇത് തിരിച്ചു പിടിക്കാൻ എന്ത് വേണം? ഭൂരിപക്ഷ വർഗീയതയെ ഒരു ഭാഗത്ത് വളരെ ശക്തമായി സംഘപരിവാർ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ അത് നേരിടാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാം വിപരീതമലമാണ് ചെയ്യുന്നത് എന്ന് അവർക്ക് തോന്നുന്നു. അത് വിശദാംശങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഭൂരിപക്ഷ സമുദായത്തോടൊപ്പമാണ് എന്ന് ഇപ്പോൾ ജനങ്ങളെ ധരിപ്പിക്കേണ്ട നിർബന്ധിതമായ ഒരു സാഹചര്യം അവർക്കുണ്ട്. ആ ഭൂരിപക്ഷ സമുദായത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മുസ്ലിങ്ങളെയും മറ്റു ന്യൂനപക്ഷങ്ങളെയും ആണ് കുറ്റപ്പെടുത്തേണ്ടത്, അല്ലെങ്കിൽ പ്രതിക്കൂട്ടി കയറ്റേണ്ടത്. അതിനൊന്നും വൃത്തിയില്ല. അപ്പോൾ പിന്നെന്താ ചെയ്യുക? ജമാഅത്ത് ഇസ്ലാമി ആയിക്കൊള്ളട്ടെ. കാരണം എന്താ? ജമാഅത്ത് ഇസ്ലാമിക്ക് ഏതായാലും ഒരു മണ്ഡലത്തിൽ അത്രയൊന്നും വോട്ടൊന്നുമില്ല എന്നാണ് അവരാണ് കൂട്ടൽ. അപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയെ കാട്ടക്കുറിയാക്കിക്കൊണ്ട് ഇതിനെ ആക്രമിക്കാം എന്ന് തീരുമാനിച്ചാക്കില്ലേ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വാഭാവികമായും നിങ്ങൾ എന്നിൽ നിന്ന് ഇപ്പോൾ ഒരു പ്രസംഗം പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. പേര് വെച്ചതുകൊണ്ട് നിൽക്കുന്നു എന്നേ ഉള്ളൂ. പറയാനുള്ളതൊക്കെ ഏതാണ്ട് അമീർ അവറുകൾ വളരെ വ്യക്തമായി ശക്തമായി നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചു. ഇനി അത് ആവർത്തിക്കേണ്ട ഒരു കാര്യമില്ല. പക്ഷെ അദ്ദേഹം ഒടുവിൽ പറഞ്ഞൊരു കാര്യം, നീതിക്ക് വേണ്ടി നിലകൊള്ളാൻ അള്ളാഹു ഖുർആനിൽ പറഞ്ഞതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചതും അതാണ് ജമാഅത്തെ ഇസ്ലാമിയും ആഗ്രഹിക്കുന്നത്. നീതിക്ക് വേണ്ടി നിലകൊള്ളുക. വളരെ രസകരമായ ഒരു കാര്യം, യാദൃശ്യമായി എൻ്റെ മൊബൈൽ ഫോണിൽ വാട്സപ്പിൽ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ പി ടി നാസർ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നു. ആ മെസ്സേജിൽ എന്താ പറയുന്നത് വെച്ചാൽ, CPM-ൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നടന്ന ചർച്ചയാണ്. അതിൽ ഒരാളുടെ അഭിപ്രായം, അല്ലെങ്കിൽ കാര്യമായ ഒരാളുടെ അഭിപ്രായം, ജമാഅത്തെ ഇസ്ലാമിയും അതിൻ്റെ പ്രസിദ്ധീകരണവും ഇല്ലാത്ത ഒരു കേരളീയ സമൂഹം എന്നത് കുറച്ചുകൂടി ശാന്തമാകുമായിരുന്നില്ലേ? എല്ലാ സാമൂഹികമായ ന്യായങ്ങൾക്കും പൂർണ്ണ നീതി വേണമെന്ന ഇവരുടെ പിടിവാശി എവിടെ കൊന്നെത്തിക്കും? മനസ്സിലായില്ല നിങ്ങൾക്ക്? എല്ലാ കാര്യത്തിലും നീതി വേണം എന്ന ഇവരുടെ ശാഠ്യം രാജ്യത്തെ എവിടെ എത്തിക്കുന്നതാണ്. നമ്മുടെ ബ്രൂവറിയൊക്കെ വരാൻ പോകുന്ന സമയത്ത് ചോദിക്കേണ്ടത് തന്നെയാണ്. ഇത് തന്നെ പ്രശ്നം. ജമാഅത്തെ ഇസ്ലാമി എത്ര കാലം, 75 കൊല്ലം അല്ല, ഇനി 150 കൊല്ലം കഴിഞ്ഞാലും നീതിക്ക് വേണ്ടി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. വളരെ കുറച്ച് ആളുകളെ കിട്ടും ഉറപ്പ്. ഈ അടുത്ത് ഹൈദരാബാദിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ അംഗങ്ങളുടെ യോഗം ചേർന്നല്ലോ. എത്ര പേരാണ് പങ്കെടുത്തത്? 15,000 ആളുകൾ. 75 കൊല്ലം കൊണ്ട് കിട്ടിയത് 15,000 അംഗങ്ങളെയാണ്. അപ്പോൾ 3 നൂറ്റാണ്ട് കഴിഞ്ഞാൽ പോലും ഇവിടെ ഹുക്കൂമത്തിലായി വരാൻ പോകുന്നില്ല എന്ന് കട്ടായം. അങ്ങനെയുള്ള ഒരു ഹുക്കൂമത്തെയ്യോ, അവർ പറയുന്ന മാതിരി എന്ന് വിചാരിക്കുക, അങ്ങനെയുള്ള ഒരു ഹുക്കൂമത്തെയ്യാണ് ഏറ്റവും വലിയ ഭീഷണിയായിട്ട് ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. ഞാൻ തമാശയായിട്ട് അമീറിനോടൊക്കെ പറഞ്ഞു, നിങ്ങൾ ഇലക്ഷനിൽ മത്സരിക്കാതിരുന്നാലും കുഴപ്പമില്ല, ഇനി ഒരു സീറ്റും കിട്ടിയില്ലെങ്കിൽ തിരക്കില്ല, അസംബ്ലിയിൽ ഏറ്റവും വലിയ ചർച്ചാ വിഷയം ജമാഅത്തെ ഇസ്ലാമിയാണ്. 2 ദിവസത്തെ ചർച്ച നോക്ക്, തലക്കെട്ട് വരിക ജമാഅത്തെ ഇസ്ലാം. ഇതെന്താ വേറെ മത്സരിക്കുന്നത്? പൈസ കളയണോ? ആവശ്യമില്ല. യഥാർത്ഥത്തിൽ ഇവർക്ക് കാര്യം മനസ്സിലാവാത്തത് കൊണ്ടല്ല ഞാൻ മനസ്സിലാക്കും. പൂർണ്ണമായി ജമാഅത്തെ ഇസ്ലാമിയെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെന്ന് വരാം. പ്രത്യേകിച്ച് ഒരു നാസ്തിക പ്രസ്ഥാനത്തിന് ജമാഅത്തെ ഇസ്ലാമിയോട് യോജിക്കാൻ കഴിയില്ല, മൗലികമായി തന്നെ കഴിയില്ല. അത് അംഗീകരിക്കുന്നു. ദൈവത്തിലും ദൈവിക നീതിയിലും മനുഷ്യൻ്റെ ഐക്യത്തിലും സഹോദര്യത്തിലും വിശ്വസിക്കുന്ന, സൗഹൃദത്തിൽ വിശ്വസിക്കുന്ന നാനാജാതി മതസ്ഥർക്ക് നീതി ലഭിക്കണം. അവരെല്ലാം പരസ്പര സൗഹാർദ്ദത്തോടുകൂടി സഹകരണത്തോടുകൂടി ജീവിക്കണം, മരിക്കണം എന്ന് ആഗ്രഹിക്കുകയും എന്ന് പ്രബോധനം ചെയ്യുന്ന ഒരു പ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും ഈ നാസ്തിവാദത്തിൽ അധിഷ്ഠിതമായ വർഗാധിപത്യത്തിൽ ഊന്നി നിൽക്കുന്ന തൊഴിലാളി വർഗാധിപത്യമുള്ള സ്റ്റേറ്റിൽ വിശ്വസിക്കുന്ന ഒരു പാർട്ടികളോടും അതിനോട് താത്വികമായി യോജിക്കാൻ കഴിയില്ല. അത് സത്യമാണ്.
അതേ അവസരത്തിൽ ഇന്ത്യ രാജ്യത്ത് നടക്കുന്ന യാഥാർത്ഥ്യം, ലോകത്ത് നടക്കുന്ന യാഥാർത്ഥ്യം എന്താണ്? ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ 15 മാസക്കാലത്തെ ചെറുത്തുനിൽപ്പിനൊടുവിൽ ഇസ്രായേൽ യുദ്ധവിരാമം പ്രഖ്യാപിക്കേണ്ടി വന്നു. എന്തുകൊണ്ട്? ഇസ്രായേലുമായി താരതമ്യം ചെയ്യുമ്പോൾ ഹമാസ് എന്ന് പറയുന്ന ശക്തി എന്താണ്? ആനയും അണ്ണാനും തമ്മിലുള്ള വ്യത്യാസം പോലുമില്ല. അത്ര വലിയ ഭീമമായ വ്യത്യാസം. അത് തന്നെ ലോകശക്തിയുടെ, ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയുടെ, അതായത് അമേരിക്കയുടെ പൂർണ്ണ പിൻബലത്തോടു കൂടിയാണ്, സഹകരണത്തോടു കൂടിയാണ് ആക്രമണം നടത്തിക്കൊണ്ടിരുന്നത്. ഏതാണ്ട് 1,00,000-ത്തോളം സ്ത്രീകളെയും കുട്ടികളെയും അടക്കമുള്ളവരെ കൊന്നൊടുക്കി. എന്നാൽ യഥാർത്ഥത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 1,40,000 വരുമെന്നാണ് മീഡിയ കാണിക്കുന്നത്. അങ്ങനെയല്ലാത്ത മൃതശരീരങ്ങൾ ഇപ്പോൾ പുറത്തു കൊണ്ടുകൊണ്ടിരിക്കുന്നു. അത്തരമുള്ള സങ്കടത്തിന് ശേഷവും തങ്ങൾ നശിപ്പിക്കാൻ വിചാരിച്ചിരുന്ന ഹമാസ്, പ്രഖ്യാപിച്ചിരുന്ന ഹമാസ്, UN ജനറൽ അസംബ്ലിയിൽ നെതന്യാഹു, ഇസ്രായേലിലെ പ്രധാനമന്ത്രി നെതന്യാഹു ചെയ്ത പ്രസംഗം എന്താ? ഹമാസിനെ പൂർണ്ണമായും, അത് ഭീകര സംഘടനയാണ്, പൂർണ്ണമായും തുരത്തി നശിപ്പിച്ചിട്ട് ഈ യുദ്ധം അവസാനിപ്പിക്കുന്ന. അങ്ങനെയുള്ള ഹമാസിനോട് നേരെ തലതാഴ്ത്തിയിട്ട് അവസാനം കരാർ ഒപ്പിടേണ്ടി വന്നു. ഈ ചരിത്ര നിമിഷം പക്ഷേ ആഘോഷിക്കാൻ നമ്മുടെ CPM-കാർക്ക് കഴിയുന്നില്ല. അവിടെയാണ് പ്രശ്നം. സാമ്രാജ്യത്വത്തോട്, അതുപോലെ വംശീയതയോട്, ഫാസിസത്തോട്, ഇത്തരത്തിലുള്ള ആക്രമണങ്ങളോട് യുദ്ധം പ്രഖ്യാപിച്ച പാർട്ടിക്ക് പക്ഷേ ഇത് ആഘോഷികമാക്കാൻ കഴിയുന്നില്ല. കാരണം എന്താ? ജമാഅത്തെ ഇസ്ലാമിയാണ് ഹമാസിൻ്റെ പിന്നിലുള്ളതെന്ന് പറഞ്ഞു വെച്ചു. അതാ കുഴപ്പം. ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമങ്ങളാണ് ഇതിന് ഇത്രയേറെ പ്രചാരം കൊടുത്തിരുന്നു പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ഇത് അഭിമാന നിമിഷമാണ്. തീർച്ചയായും അതിൻ്റെ മാധ്യമങ്ങൾ അത് എത്ര ചെറുതാണെങ്കിലും ശരി, അതിൻ്റെ സ്വാധീനം എത്ര പരിമിതമാണെങ്കിലും ശരി, അത് തുടങ്ങിയ മുതൽ ഇന്ന് വരെ തീർച്ചയായും ഇത്തരത്തിലുള്ള സാമ്രാജ്യത്വത്തോടും ഫാസിസത്തോടും ഏകാധിപത്യത്തോടും സർവാധിപത്യത്തോടും പൊരുതിയ ചരിത്രമേ ഉള്ളൂ. അതിനനുകൂലമായി ജനാധിപത്യത്തിനും മതനിരപേക്ഷതയ്ക്കും സാമുദായിക സൗഹാർദ്ദത്തിനും മനുഷ്യ സാഹോദര്യത്തിനും അനുകൂലമായിട്ട് എഴുതിയ ചരിത്രമേ ഉള്ളൂ. ഞങ്ങളിത് തുടങ്ങുമ്പോൾ, ജമാഅത്തെ ഇസ്ലാമി തുടങ്ങുമ്പോൾ അടിസ്ഥാനപരമായി അതിന് നയപരിപാടികൾ എഴുതി വെച്ചിട്ടുണ്ട്. ആ പരിപാടിയിലൊക്കെ വ്യക്തമായി എഴുതി പറഞ്ഞ കാര്യമാണ്. ഇന്ന് വരെ അതിൽ നിന്ന് വ്യതിചില്ല. മാധ്യമമാവട്ടെ, അതുപോലെയുള്ള വീഡിയോകളാവട്ടെ, അതിലെല്ലാം തന്നെ ഈ കാര്യം പറഞ്ഞു. ഒരു ഘട്ടത്തിൽ അത് CPM-ഉം അതിനോട് അനുകൂലമായി നിന്നു. 10-30 വർഷക്കാലം എന്ന് തന്നെ പറയാം. പക്ഷേ ഇപ്പോൾ അവർക്ക് മാറി ചിന്തിക്കേണ്ടി വന്നിരിക്കുന്നു. കാരണം എന്താ? ഒരേ ഒരു പച്ചപ്പുള്ള സ്ഥലം ഇപ്പോൾ ഇന്ത്യ മഹാരാജ്യത്തെ അവശേഷിക്കുന്നത് കേരളത്തിൽ മാത്രമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, CPM-നെ സംബന്ധിച്ചിടത്തോളം അധികാരമുള്ള, സ്വാധീനമുള്ള ഒരേ ഒരു സംസ്ഥാനം കേരളമാണ്. ഈ കേരളത്തിൽ അവർക്ക് അധികാരം നഷ്ടപ്പെടും എന്ന് ഭീതിയുണ്ട്. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മിക്കവാറും എല്ലാ സീറ്റും, ഒരേ ഒരു സീറ്റാണ് അവർ കിട്ടിയത്, നിങ്ങൾക്കറിയാലോ. അപ്പോൾ ഇത് നഷ്ടപ്പെടുമെന്ന ഭീതിയുണ്ട്. ഇത് തിരിച്ചു പിടിക്കാൻ എന്ത് വേണം? ഭൂരിപക്ഷ വർഗീയതയെ ഒരു ഭാഗത്ത് വളരെ ശക്തമായി സംഘപരിവാർ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ അത് നേരിടാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാം വിപരീതമലമാണ് ചെയ്യുന്നത് എന്ന് അവർക്ക് തോന്നുന്നു. അത് വിശദാംശങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഭൂരിപക്ഷ സമുദായത്തോടൊപ്പമാണ് എന്ന് ഇപ്പോൾ ജനങ്ങളെ ധരിപ്പിക്കേണ്ട നിർബന്ധിതമായ ഒരു സാഹചര്യം അവർക്കുണ്ട്. ആ ഭൂരിപക്ഷ സമുദായത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മുസ്ലിങ്ങളെയും മറ്റു ന്യൂനപക്ഷങ്ങളെയുമാണ് കുറ്റപ്പെടുത്തേണ്ടത്, അല്ലെങ്കിൽ പ്രതിക്കൂട്ടി കയറ്റേണ്ടത്. അതിനൊന്നും വൃത്തിയില്ല. അപ്പോൾ പിന്നെന്താ ചെയ്യുക? ജമാഅത്തെ ഇസ്ലാമി ആയിക്കൊള്ളട്ടെ. കാരണം എന്താ? ജമാഅത്തെ ഇസ്ലാമിക്ക് ഏതായാലും ഒരു മണ്ഡലത്തിൽ അത്രയൊന്നും വോട്ടൊന്നുമില്ല എന്നാണ് അവരാണ് കൂട്ടൽ. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ കാട്ടക്കുറിയാക്കിക്കൊണ്ട് ഇതിനെ ആക്രമിക്കാം എന്ന് തീരുമാനിച്ചു. പക്ഷേ ലോകാടിസ്ഥാനത്തിലും ദേശീയ അടിസ്ഥാനത്തിലും സംസ്ഥാന അടിസ്ഥാനത്തിലും അവർ ഉയർത്തിപ്പിടിക്കുന്നതായി പറയുന്ന സാമ്രാജ്യത്വ വിരോധം, അവർ ഉയർത്തിപ്പിടിക്കുന്നതായിട്ട് അവകാശപ്പെടുന്ന ഫാസിസ്റ്റ് വിരോധം, അത് എവിടെ പോകുന്നുവെന്ന് അവർ ആലോചിക്കേണ്ടതാണ്. അത് ജമാഅത്തെ ഇസ്ലാമി അല്ല ആലോചിക്കേണ്ടത്, അവരാണ് ആലോചിക്കേണ്ടത്. വളരെ വ്യക്തമാണ്. അറബ് വസന്തം നടന്ന സമയത്ത് അറേബ്യയിലെ, തുനീഷ്യയിലെയും ഈജിപ്തിലെയും അതുപോലെയുള്ള രാജ്യങ്ങളിലെയും ഏകാധിപത്യങ്ങൾക്കെതിരെ ജനാധിപത്യ ജനകീയ പ്രസ്ഥാനങ്ങൾ ഉയർന്നു വരികയും അവിടെ ശക്തമായ പ്രക്ഷോഭം നടത്തുകയും ഈ ഏകാധിപതികൾ തകർന്നു വീഴുകയും ചെയ്യുന്ന ഘട്ടത്തിൽ എല്ലാം ആ സാമ്രാജ്യത്തിനെതിരായിട്ടുള്ള സർവാധിപത്യത്തിനുണ്ടായ നിലപാട് സ്വീകരിച്ചത് ജമാഅത്തെ ഇസ്ലാമിയാണ്.
ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, ലോകാടിസ്ഥാനത്തിൽ അങ്ങനെ തന്നെയാണ് കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമങ്ങളും അതാണ് ചെയ്തത്. ആ സന്ദർഭത്തിലൊക്കെ CPM-ന് അതിനനുകൂലമായ നിലപാട് സ്വീകരിക്കേണ്ടി വന്നിരുന്നു. ഇപ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ഹമാസ് നിർണായകമായ വിജയം നേടിയ സന്ദർഭത്തിൽ പോലും അവർക്ക് സന്തോഷിക്കാൻ വയ്യാത്ത സാഹചര്യം സൃഷ്ടിച്ചത് എന്തുകൊണ്ട്? ഈ സമീപനത്തിലെ വ്യത്യാസം കൊണ്ടാണ്. വെറും ലഘുവായ താല്പര്യങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ പ്രാദേശികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരു വിശാലമായ ലക്ഷ്യം, അല്ലെങ്കിൽ ലോകാടിസ്ഥാനത്തിലുള്ള ഒരു വീക്ഷണം അതിൻ്റെ പൂർണ്ണമായി അടിയറവെക്കേണ്ടി വരുന്നു എന്നുള്ളത് വളരെ നിർഭാഗ്യകരമായ ആ അവസ്ഥ. പക്ഷേ തൽക്കാലം പാർട്ടിക്ക് അത് കൈയൊഴിയാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. കുറേ കൂടി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയും അത് തുടരാനാണ് സാധ്യത. ജമാഅത്തെ ഇസ്ലാമിക്ക് അതുകൊണ്ട് നട്ടുമില്ല, തീർച്ചയാണ്. കാരണം ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് കേൾക്കാൻ കഴിയാത്ത ആളുകൾ വരെ ഇപ്പോൾ കേൾക്കുന്നു. രസകരമായൊരു സംഭവം എന്ന് പറഞ്ഞാൽ, കോട്ടയത്തെ പാലായിൽ ഒരു പാർട്ടി സമ്മേളനം, ഒരു ഏരിയ സമ്മേളനമാണെന്ന് തോന്നുന്നു, പുതിയ നടന്നു. അവിടെ കൂടിയവരിൽ ഒരൊറ്റ മുസ്ലിമും ഇല്ല, ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും മാത്രമാണുള്ളത്. പാർട്ടിക്കാരൻ പക്ഷേ അയാൾ കിട്ടിയ സിനോപ്സിസ് അനുസരിച്ച് പ്രസംഗിക്കുന്ന മുഴുവൻ ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച്. കേൾക്കുന്ന ആളുകൾക്ക് ഒന്നും തിരിയുന്നില്ല, ഇതെന്താ സാധനം. അവസാനം അവർ മാധ്യമ ലേഖകനെ തിരഞ്ഞുപിടിച്ചു. കാരണം മാധ്യമം ജമാഅത്തെ ഇസ്ലാമിയുടെ പത്രമാണെന്നല്ലോ അറിയപ്പെടുന്നത്. അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയാണ്. അദ്ദേഹത്തിന് മനസ്സിലായില്ല ഇതെന്താണെന്ന്. അങ്ങനെ അദ്ദേഹം ഇങ്ങോട്ട് നമ്മളെ വിളിച്ച് ചോദിച്ചപ്പോഴാണ് നമുക്ക് തിരിയുന്ന ഇങ്ങനെ ഒരു വശമുണ്ട് എന്ന് പറഞ്ഞാൽ, തീരെ ജമാഅത്തെ ഇസ്ലാമിയെ കേൾക്കാത്ത സ്ഥലങ്ങളിൽ പോലും ഇവർ നിരന്തരമായി പ്രസംഗിക്കുന്നത് അതിനെക്കുറിച്ചാണ്. ഒരർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമി അവരോട് കടപ്പെട്ടിരിക്കുന്നു, തീർച്ചയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ നിലയ്ക്കുള്ളൊരു പബ്ലിസിറ്റിക്ക് ജമാഅത്തെ ഇസ്ലാമി എത്ര കാശ് ചിലവാക്കിയാലും സാധിക്കില്ല. വമ്പിച്ച പബ്ലിസിറ്റി കിട്ടി. ഇനി അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കഴിയുന്നത്ര ജമാഅത്തെ ഇസ്ലാമിയുടെ യഥാർത്ഥ സന്ദേശം അവരിൽ എത്തിക്കുക എന്ന ചുമതലയാണ് എൻ്റെ മുമ്പാകെ നിൽക്കുന്ന ഈ പ്രവർത്തകരിലേക്ക് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും നല്ല അനുകൂലമായ അന്തരീക്ഷമാണ് കൊണ്ടിരിക്കുന്നത്. ഒരിക്കലും ഇതിൽ ബേജാറാവേണ്ടതില്ല, പരിഭ്രമിക്കേണ്ടതില്ല എന്ന് മാത്രമല്ല, ഒരു പരിധിവരെ സന്തോഷിക്കുകയും ചെയ്യാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഒടുവിൽ സംഭവിച്ചിരിക്കുന്നത് എന്താ? മുസ്ലിം സമുദായത്തിൽ നിന്ന് ഏതെങ്കിലും സംഘടനകളെ ഇതിനനുകൂലമായി, അതായത് മതരാക്ഷവാദത്തിനെതിരായി അണിനിരത്താൻ കഴിയുമോ ഇല്ലേ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ ഒരു കൂട്ടർ നേരത്തെ തന്നെ കിട്ടിയവരുണ്ട്. ഇപ്പോൾ അവരെ ഇളക്കി വിടാനാണ് ശ്രമം. പക്ഷേ അവരും മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾക്കറിയാമല്ലോ, മൗദൂദി കണ്ണണം എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്. നമ്മുടെ EN ഇബ്രാഹിം മൗലവി മറുപടിയൊക്കെ എഴുതിയ പുസ്തകമാണ്. ആ പുസ്തകത്തിൽ ഒരുപാട് ആരോപണങ്ങൾ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ഉണ്ട്. അവരുടെ പണ്ഡിതന്മാരാണ്. ഒരൊറ്റ എണ്ണത്തിൽ 10ഓ 17ഓ ആരോപണങ്ങളുടെ കൂട്ടത്തിൽ മതരാഷ്ട്രവാദം എന്നൊരു ആരോപണമില്ല. ബാക്കിയൊക്കെ ഉണ്ട്. ഈമാൻ കാര്യം 5ആക്കി, പ്രൊഫസർ കാഫി ഹേ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഒരു പരാമർശം പോലും ഇവർക്ക് മതരാഷ്ട്രവാദമുണ്ട് എന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു മുസ്ലിമായ മനുഷ്യന്, ഒരു ഇസ്ലാമിക സംഘടനയ്ക്ക് ഒരിക്കലും ഇസ്ലാമിൽ രാഷ്ട്രീയമുണ്ടെന്നുള്ള കാര്യം നിഷേധിക്കാൻ കഴിയില്ല. ഖുർആൻ അടിസ്ഥാനപരമായി തന്നെ നിരാകരിക്കുന്നവർക്കല്ലാതെ ഇസ്ലാമിൽ രാഷ്ട്രീയമുണ്ടെന്ന കാര്യം, ഇസ്ലാമിക ഖിലാഫത്ത് ഒരു യാഥാർത്ഥ്യമാണെന്ന കാര്യം, ഇസ്ലാമിക ഖിലാഫത്ത് എന്ന് പറയുന്നത് മനുഷ്യ സാഹോദര്യത്തിലും നീതിനിഷ്ഠയിലും അധിഷ്ഠിതമാണ് എന്ന വസ്തുത, ആ വസ്തുത നിഷേധിക്കാൻ കഴിയില്ല. എന്നിട്ട് പിന്നെ മതരാഷ്ട്രവാദത്തിന് അനുകൂലമാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് തെറ്റായി സംവാദങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിൽ കക്ഷി ചേരാൻ മുസ്ലിം സംഘടനകൾക്ക് ആത്മാർത്ഥമായി കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പതിവിന് വിപരീതമായിട്ട് ഈ തവണ മുസ്ലിം സമുദായത്തിൽ തന്നെ സംഘടനകൾ മിക്കവാറും അത് ഏറ്റെടുത്തിട്ടുമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. മതരാഷ്ട്രവാദം എന്താണെന്നതിനെക്കുറിച്ചൊക്കെ അമീർ സംസാരിച്ചു കഴിഞ്ഞാണ് അത് കൂടുതൽ സംസാരിക്കുന്നത്. അതേ അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വസ്തുതാപരമായി യാഥാർത്ഥ്യത്തോടു കൂടി പറയാം, ഇന്ത്യ മഹാരാജ്യത്ത് പ്രവർത്തിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ഏതെങ്കിലും സ്ഥാപനത്തിൽ നിങ്ങൾക്ക് മതനിരപേക്ഷതയ്ക്കെതിരായിട്ടുള്ള വല്ല പ്രവണതയും കാണാൻ പറ്റുമോ? ഞാൻ വെല്ലുവിളിയുടെ സ്വഭാവത്തിൽ ചോദിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമി നടത്തുന്ന 2 മീഡിയകളിൽ പ്രവർത്തിക്കുന്ന പോലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒരുപോലെ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു മാധ്യമം ഇന്ത്യ രാജ്യത്തുണ്ട്? വ്യക്തമായി പറയാം. ഞാൻ മാധ്യമത്തിന് മീഡിയ വണ്ണിൽ അതിൻ്റെ ഉത്തരവാദപ്പെട്ട ഒരാൾ കൂടിയാണല്ലോ, അതുകൊണ്ട് പറയാം, നിങ്ങൾ നേരിട്ട് പരിശോധിക്കുക. ആ 2 സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്ന ആളുകളെ മുഴുവൻ കണക്കിലെടുക്കുക. നിങ്ങളും കാണുന്നുണ്ടല്ലോ അവരൊക്കെ. അത് ഇതുപോലെയുള്ള ഇവരുടെ പാർട്ടി പത്രത്തിലാവട്ടെ, മറ്റ് ദേശീയ പത്രങ്ങളിലാവട്ടെ, മറ്റ് മാധ്യമങ്ങളിലാവട്ടെ, എല്ലാ സമുദായക്കാരും അണിനിരന്ന ഒരു സ്ഥാപനങ്ങൾ കാണാൻ പറ്റില്ല. മാധ്യമം 1987 ജൂൺ 1-ാം തീയതി, മെയ് 31-ാം തീയതി വെള്ളിമാട് കുന്നിൽ ഉദ്ഘാടനം ചെയ്ത ശ്രീ കുൽദീപ് ദിയാർ, ഇന്ത്യ കണ്ട ഏറ്റവും പ്രമുഖനായിരുന്ന മുതിർന്ന പത്രപ്രവർത്തകനായിരുന്നു കുൽദീപ് ദിയാർ.
അദ്ദേഹം ആദ്യം മുതൽ അവസാനം വരെ അദ്ദേഹം മരിക്കുന്നവരെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് എൻ്റെ പത്രമാണ് മാധ്യമം. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ നിർദ്ദേശിച്ച പോലെയാണ് അത് നടക്കുന്നത്. തീർത്തും സെക്യുലറാണ് അവരുടെ ഡെസ്ക് എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു. ഈ വസ്തുത മുന്നിൽ വെച്ചുകൊണ്ട് ഞാനൊരു ചെറിയ ഉദാഹരണം മാത്രം പറഞ്ഞാൽ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയും. ഒരു തരത്തിലുള്ള വിവേചനവും ഒരു തരത്തിലുള്ള വിവേചനവും ഈ സ്ഥാപനങ്ങളിലൊന്നും അവർക്ക് അനുഭവപ്പെടുകയില്ല. കാരണം ജമാഅത്ത് ഇസ്ലാമിക്ക് നയമല്ല. ജമാഅത്ത് ഇസ്ലാമിയുടെ നയം എന്ന് പറഞ്ഞാൽ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടവരെ മാനുഷിക സൗഹാർദ്ദവും സമാധാനവുമാണ്. അക്കാര്യത്തിൽ തീർച്ചയായും ജമാഅത്ത് ഇസ്ലാമിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. പക്ഷേ ഇസ്ലാമിൻ്റെ സന്ദേശം അങ്ങനെയാണ്. ഏതെങ്കിലും ഒരു വിഭാഗത്തെ ഒഴിച്ചു നിർത്തുക, മാറ്റി നിർത്തുക എന്നത് ചിന്തിക്കുന്നേയില്ല. അതുപോലെ ഈ രാജ്യത്തിൻ്റെ ശാപമായ ജാതി വ്യവസ്ഥ അതിനെതിരെ എന്നും നിലയുറപ്പിച്ചതാണ്. ഇന്ത്യ രാജ്യത്ത് കേരള സംസ്ഥാനത്ത് ഇന്ന് വരെ ദളിതുകൾ എന്തെങ്കിലും പ്രസ്ഥാനം നടത്തിയിട്ടുണ്ടെങ്കിൽ ആ പ്രസ്ഥാനത്തിന് ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ ലഭിച്ചിട്ടുണ്ട്. മുത്തങ്ങയിലെ സമരത്തിലടക്കം കേരളത്തിലെ ഒട്ടേറെ മാധ്യമങ്ങളും അതുപോലെ പാർട്ടികളും അതിനെതിരെ നിന്നപ്പോൾ അത് പീപ്പിൾസ് വാർ ഗ്രൂപ്പിൻ്റെ വകയാണെന്ന് വരെ അഭിപ്രായ പ്രകടനങ്ങൾ വന്നപ്പോൾ വളരെ ഉറച്ചുനിന്നുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമി സോളിഡാരിറ്റിയും അതിന് പിന്തുണ നൽകുകയുണ്ടായിരുന്നു. കാരണം ഇവിടുത്തെ ദളിത് വിഭാഗങ്ങൾ നൂറ്റാണ്ടുകളായിട്ട് അടിച്ചമർക്കപ്പെട്ട വിഭാഗങ്ങൾ മനുഷ്യരെ പോലെ ജീവിക്കാൻ അർഹരാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതിന് പൂർണ്ണ സപ്പോർട്ട് നൽകുന്നതാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ ചരിത്രം. ഞാൻ നീട്ടി പറയുന്നില്ല. ചുരുക്കത്തിൽ ഈ പ്രസ്ഥാനത്തെ അതിന് ആദർശപരമായി ആശയപരമായി ഭിന്നാഭിപ്രായമുള്ളവർക്ക് തുറന്നു പറയാവുന്നതാണ്. എവിടെയും സംവാദത്തിന് തയ്യാറാണ്. ഏത് മണ്ഡലത്തിൽ വെച്ചും എവിടെ വെച്ചും സംവാദത്തിന് തയ്യാറാണ്. പക്ഷെ മാന്യമായിരിക്കണം. നിങ്ങൾ വസ്തുതകളെ വെച്ചുകൊണ്ട് സംസാരിക്കണം. എങ്കിൽ ആശയ സമരത്തിന് എന്നും ജമാഅത്ത് ഇസ്ലാമി തയ്യാറായിരുന്നിട്ടുണ്ട്, ഇപ്പോഴും തയ്യാറാണ്. ഇപ്പോൾ യുക്തിവാദവും മതനിരാസവും അതുപോലെയുള്ള എല്ലാ വൃത്തികേടുകളും എന്ന് പറയാം അതിൻ്റെ ഏറ്റവും പാരമ്യത്തിലിരിക്കുന്ന ഈ സമയത്ത് ജമാഅത്ത് ഇസ്ലാമി അക്കാര്യത്തിലും കൂടി സർവ്വശ്രദ്ധയും പുലർത്തുന്നുണ്ട്. നമ്മുടെ തലമുറകളെ അവരുടെ മതവ്യത്യാസമില്ലാതെ മനുഷ്യത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ രാജ്യത്ത് വളർത്തിക്കൊണ്ടുവരണമെങ്കിൽ ഇത്തരം തെറ്റായ പ്രവണതകളെ എതിർത്തേ മതിയാവും. നേരെ മറിച്ച് ഓരോ വീട്ടിലും മദ്യവും മയക്കുമരുന്നും എത്തുന്ന വിധത്തിൽ ഈ രാജ്യത്ത് ഈ കേരളത്തിൽ ഇപ്പോൾ മദ്യം വ്യാപിപ്പിക്കാൻ വേണ്ടിയാണ് നിർഭാഗ്യവശാൽ ഗവൺമെൻറ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവർ അതിൽ എതിർക്കുന്ന ആളുകൾ പോലും മറ്റു രാഷ്ട്രീയ പാർട്ടികൾ പോലും അതിനെ അഴിമതിയുടെയും മറ്റും പേരിൽ അല്ലെങ്കിൽ കുടിവെള്ളത്തിൻ്റെ പേരിലും മാത്രം എതിർക്കുമ്പോൾ ആ മദ്യം എന്ന് പറയുന്ന വിഷം നമ്മുടെ കുടുംബങ്ങളിലേക്ക് കടന്നു കയറിയിട്ട് 1.5 വയസ്സ് മുതൽ 25 വയസ്സ് വരെ സ്വന്തം മകനെ, ഒരേ ഒരു മകനാണ്, പാപ്പയില്ല, പാപ്പ എന്നോ ഉപേക്ഷിച്ചു പോയി, ആ മകനെ പോറ്റി വളർത്തിയ ഉമ്മയെ ഒരു തേങ്ങ പൊതിക്കുന്ന കത്തി കൊണ്ടുവന്നു വെട്ടി 17 തവണ വെട്ടിക്കൊന്നത് നമ്മുടെ ഈ പരിസരത്താണ്. നിങ്ങൾ ആലോചിക്കണം, എന്തുകൊണ്ടാണ്? അവൻ മയക്കുമരുന്നിന് അടിമയാണ്. അവൻ മാത്രമല്ല, ആയിരക്കണക്കിന് യുവാക്കൾ മുസ്ലിങ്ങളും അല്ലാത്തവരുമായ ആളുകൾ മയക്കുമരുന്നിൻ്റെയും ലഹരിയുടെയും അടിമകളാണ്. അതേ സന്ദർഭത്തിൽ തന്നെയാണ് 800-ൽ പരം ബാറുകൾക്ക് ലൈസൻസ് നൽകിയത്. അതേ സമയത്ത് തന്നെയാണ് എല്ലായിടത്തും ക്ലബ്ബുകളിലൊക്കെ ഈ ലൈസൻസ് നൽകിക്കൊണ്ടിരിക്കുന്നത്. വ്യാപകമായ തോതിൽ കള്ള് ഷാപ്പുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത്. 2400 കള്ള് ഷാപ്പുകൾ കേരളത്തിലുണ്ടെന്നാണ് കണക്ക്. ഇത്രയും വൃത്തികെട്ട രീതിയിൽ ഏതാനും പണത്തിൽ ചിന്നിക്കാശുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ ധനാഗമമാർഗം എന്ന നിലയിൽ ഇതിന് ലൈസൻസ് നൽകുമ്പോൾ ജമാഅത്ത് ഇസ്ലാമിക്ക് അതിനെതിരെ ശബ്ദം ഉയർത്താതിരിക്കാൻ കഴിയില്ല. നേരത്തെ വായിച്ച പോലെ എല്ലായിടത്തും 100% നീതി പുലർത്തണമെന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ വാശിയുള്ള ആ വാശിയുള്ളത് തന്നെയാണ്. ഈ നമ്മുടെ ഈ തലമുറകളെ മയക്കുമരുന്നും ലഹരിയിലും മുക്കിക്കൊല്ലാൻ ആര് തീരുമാനിച്ചാലും അതിനെതിരെ ശബ്ദമുയർത്താതിരിക്കാൻ ജമാഅത്ത് ഇസ്ലാമിക്ക് കഴിയില്ല. തീർച്ചയായും നിങ്ങളെപ്പോലെയുള്ള ആയിരക്കണക്കിന് ആളുകളുടെ പൂർണ്ണ പിന്തുണ ലഭിക്കുമെന്ന ഉറച്ച വിശ്വാസമുണ്ട്. ഈ മുക്കത്തിന് ഞാൻ അതുകൂടി അനുസ്മരിച്ചുകൊണ്ടാണ്, ഈ മുക്കത്തിൻ്റെ ചരിത്രം തന്നെ എന്താണ്? ജമാഅത്ത് ഇസ്ലാമി ആദ്യമായി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ച സമയത്ത് ഒരു മെമ്പർ നമ്മുടെ പഞ്ചായത്ത് അംഗമായി വന്നു. ഫാത്തിമ കൊടപ്പന, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ജനിച്ചു വന്ന ഫാത്തിമ കൊടപ്പന ജയിച്ചു വന്നു. ആ സന്ദർഭത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അധികാരമുണ്ട് ആ സ്ഥലത്ത് ബാറ് അനുവദിക്കണോ വേണോ എന്ന് തീരുമാനിക്കാൻ. ഒറ്റയാളുടെ പോരാട്ടം കൊണ്ട്, ആ വനിതയുടെ പോരാട്ടം കൊണ്ട് കുറേ കാലം അത് തടസ്സപ്പെട്ട ചരിത്രമാണ് നമുക്കുള്ളത്.
ജമാഅത്തെ ഇസ്ലാമിക്കാരെ അത് ഏതെങ്കിലും തരത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് ബന്ധമുള്ള ഒരാളെ നിങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ എത്തിച്ചാലുള്ള ഫലമാണ് ഞാൻ പറയുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇവിടെ ഈ സർവനാശത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തെ തീർച്ചയായും പിടിച്ചു നിർത്തണമെങ്കിൽ ഈ ധാർമ്മികമായ പോരാട്ടം കൂടിയേ തീരൂ. അധാർമികതയെ സർവശക്തി ഉപയോഗിച്ച് പണത്തിന് വേണ്ടിയും അടിമതിക്ക് വേണ്ടിയും കൈക്കൂലിക്ക് വേണ്ടിയും നിരന്തരം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെതിരായി അണ്ണാരക്കണനും തന്നാലായത് എന്ന് വെച്ചുകൊണ്ട് പോരാടാൻ ജമാഅത്തെ ഇസ്ലാമി വളർത്തിയെടുക്കുന്ന അതിൻ്റെ പ്രവർത്തകർക്ക് അതിൻ്റെ സോളിഡാരിറ്റിക്ക് അതിൻ്റെ SIO-വിന് അങ്ങനെയുള്ള എല്ലാ സംവിധാനവും സുസജ്ജമാണ്, ആയിക്കൊണ്ടിരിക്കും. അതിന് നിങ്ങൾ എതിർത്തിട്ടും കാര്യമില്ല. നിങ്ങളുടെ എല്ലാ എതിർപ്പുകളെയും നേരിട്ടുകൊണ്ട് മുമ്പോട്ട് പോകും. പക്ഷേ ആശയ സമരത്തിലൂടെ എന്നും നിങ്ങളുമായി ഏറ്റുമുട്ടാൻ തയ്യാറാണ് എന്ന് ജമാഅത്തെ ഇസ്ലാമി വ്യക്തമാക്കി കഴിഞ്ഞതാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.